വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മുടെ സിലബസിൽ സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ നമ്മൾ സൗരയൂഥത്തെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, ചന്ദ്രനിൽ ആദ്യം എത്തിയ വ്യക്തിയെ കുറിച്ച്, അതുപോലെ തന്നെ ഗ്രഹങ്ങളെ കുറിച്ചിട്ട്, ഉപഗ്രഹങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ കുള്ളൻ ഗ്രഹങ്ങളെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പലായന പ്രവേഗം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ബഹിരാകാശ ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ ബഹിരാകാശ ഗവേഷണത്തെ കുറിച്ചും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ആ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഈ LGS എക്സാമിനുള്ളത് കഴിയും. അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളിലേക്ക് പോയിട്ട് കുറേ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചന്ദ്രയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്, അങ്ങനെയൊക്കെ അത്തരം ടോപ്പിക്കുകൾ നമ്മൾ പുതിയതായിട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ അങ്ങനെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് തരാം. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടത് എന്നും ചോദിക്കാറുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ബഹിരാകാശ പര്യവേക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് പോണേ. ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച്, ബഹിരാകാശ ശാസ്ത്രം, ബഹിരാകാശ ഗവേഷണം എന്ന് പറയുമ്പോൾ ബഹിരാകാശ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാഖ തന്നെയുണ്ട്. ആ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ, ബഹിരാകാശ ശാസ്ത്രം കേട്ടോ, അങ്ങനെയാണ് അതിന് പറയാ. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾക്കോ വിസ്കി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഇങ്ങനെയാണ് എഴുതുക, സ്വോൾ ആണ്, സ്വോൾ, സ്വോൾക്കോ. എന്താണ്? സ്വോൾക്കോ വിസ്കി, സോൾക്കോ വിസ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം റഷ്യക്കാരനാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരാണ്? സോൾക്കോ വിസ്കി ആണ്, റഷ്യക്കാരനാണ്. നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? നമ്മളോട് ചോദിക്കുകയാണ്, ഭൂമിയിലെ നമ്മുടെ ആദ്യത്തെ, ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ. അപ്പൊ അതിന്റെ പേര് ഇതാണ്. എന്താണ്? സ്പുട്നിക്. എന്താണ് അതിന്റെ പേര്? സ്പുട്നിക് 1 എന്നാണ്. അപ്പൊ സ്പുട്നിക് 1 എന്നുള്ളതാണ് ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 1957 ഒക്ടോബർ മാസം 4-ാം തീയതി സോവിയറ്റ് യൂണിയൻ ആണ് സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ആര് വിക്ഷേപിച്ചു? സോവിയറ്റ് യൂണിയൻ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം 1957 ഒക്ടോബർ 4-ന് ആര് വിക്ഷേപിക്കുകയാണ്? സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുകയാണ്. അതിന്റെ പേരെന്താണ്? സ്പുട്നിക് 1 എന്നാണ്. ഈ സ്പുട്നിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? സഹയാത്രികൻ എന്നൊക്കെയാണ് സ്പുട്നിക് എന്ന വാക്കിന്റെ അർത്ഥം. അത്ര അപ്പൊ സഹയാത്രികൻ എന്ന മീനിങ് വരുന്ന സ്പുട്നിക് 1 എന്നുള്ളതാണ് ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അത് വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4-നാണ്. വിക്ഷേപിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. എന്നാൽ ഇത് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ്. ഇനി നമ്മൾ അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ പേര് എക്സ്പ്ലോറർ എന്ന് പറയണം. എന്താണ്? എക്സ്പ്ലോറർ. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരെന്താ മക്കളെ? എക്സ്പ്ലോറർ ആണ്. ക്ലിയർ ആയോ? ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഭൂമിയുടെ റേഡിയേഷൻ ബെൽറ്റ് കണ്ടെത്തിട്ടോ. അപ്പോ ഭൂമിയുടെ റേഡിയേഷൻ ബെൽറ്റ് കണ്ടെത്തിയത് ഏത് ഉപഗ്രഹമാണ്? അമേരിക്കയുടെ കൃത്രിമ ഉപഗ്രഹമായ എക്സ്പ്ലോറർ ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അപ്പൊ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് ആണ്. അത് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. എന്നാൽ അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ ആണ്. ഭൂമിയുടെ എന്താ പറയാ, റേഡിയേഷൻ ബെൽറ്റ് കണ്ടെത്തിയതാണ്. 1958 അമേരിക്ക അത് വിക്ഷേപിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇനി ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. അദ്ദേഹം ഏത് രാജ്യക്കാരനാന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. റഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാലേ, യൂറി ഗഗാറിൻ എന്നാണ്. യൂറി ഗഗാറിൻ അല്ലെ, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്. യൂറി ഗഗാറിൻ തന്നെ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിനെ ഒരു വാഹനത്തിലായിരിക്കില്ലേ കൊണ്ടുപോയിണ്ടാവുക. അദ്ദേഹം ഏത് വാഹനത്തിലാ പോയത്? വോസ്റ്റോക്ക് 1 എന്ന് പറയുന്ന വാഹനത്തിലാണ്. അപ്പൊ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനമാണ് വോസ്റ്റോക്ക് 1. ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്. അദ്ദേഹത്തെ ബഹിരാകാശത്ത് എത്തിച്ചത് വോസ്റ്റോക്ക് 1 എന്ന് പറയുന്ന
വാഹനമാണ്. അദ്ദേഹം അവിടെ എത്തിയത് 1961 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്. ഈ ഏപ്രിൽ 12-നെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബഹിരാകാശ ദിനം, അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ 12 അപ്പൊ വരാനുള്ള കാരണം ക്ലിയർ ആയില്ലേ? യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ഏപ്രിൽ 12 നമ്മൾ അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ റഷ്യക്കാരനായ യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് 1 എന്ന വാഹനത്തിൽ 1961 ഏപ്രിൽ മാസം 12-ാം തീയതി ബഹിരാകാശത്തെത്തുകയാണ് അല്ലെ. അങ്ങനെ ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുന്ന ആ ഒരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബഹിരാകാശത്തെ കൊളംബസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ബഹിരാകാശത്തെ കൊളംബസ് എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? ബഹിരാകാശത്തെ കൊളംബസ് ആരാണ്? യൂറി ഗഗാറിനാണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ വ്യക്തിയാണ് യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാലോ? ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയും റഷ്യക്കാരിയാണ്. അവരുടെ പേര് വാലന്റീന തെരഷ്കോവ എന്നാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വനിത ആരാ? വാലന്റീന തെരഷ്കോവ. ക്ലിയർ ആയോ? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ വനിതയുടെ പേരെന്താ? വാലന്റീന തെരഷ്കോവ. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും പോയിട്ടോ. 1963 ജൂൺ മാസം 16-ാം തീയതി എത്തി. 1963 ജൂൺ മാസം 16-ാം തീയതി ബഹിരാകാശത്തെത്തി. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനെ പഠിക്കണ്ടേ നിങ്ങൾക്ക്? അദ്ദേഹം രാകേഷ് ശർമ്മയാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. ഇതൊക്കെ ബേസിക് ആയിട്ട്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. 1984 സോയൂസ്, എന്താണ്? സോയൂസ് T11 ഇതിലാണ് അദ്ദേഹം പോയത്. അപ്പൊ സോയൂസ് T11 എന്ന് പറയുന്ന വാഹനത്തിലാണ് ആര് പോയത്? നമ്മുടെ രാകേഷ് ശർമ്മ പോയത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യം. ഇനി അമേരിക്കക്കാരുടെയും ഇതൊക്കെ പഠിക്കണം. അതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ പറയാം അല്ലെ. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റഷ്യക്കാരനായ സോൾസ്കോവിസ്കിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12 ഇനി അടുത്തത് ആദ്യം എന്താ പറഞ്ഞ? ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. സ്പുട്നിക് എന്ന വാക്കിന്റെ അർത്ഥം സഹയാത്രികൻ എന്നാണ്. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ ആണ്. ഭൂമിയുടെ റേഡിയേഷൻ ബെൽറ്റ് കണ്ടുപിടിച്ചു എക്സ്പ്ലോറർ വിക്ഷേപിച്ചു 1958. ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി റഷ്യക്കാരനായ യൂറി ഗഗാറിനാണ്. അദ്ദേഹത്തെ ബഹിരാകാശത്തേക്ക് എത്തിച്ച വാഹനം വോസ്റ്റോക്ക് 1 ആണ്. 1961 ഏപ്രിൽ മാസം 12-ാം തീയതി അദ്ദേഹം അവിടെ എത്തിയതിന്റെ ഓർമ്മയ്ക്ക് ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ബഹിരാകാശത്തിലെ കൊളംബസ് എന്ന് വിളിക്കുന്നതും ആരേനെയാണ്? യൂറി ഗഗാറിനെയാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആരാണ്? റഷ്യക്കാരിയായ വാലന്റീന തെരഷ്കോവയാണ് അല്ലേ. 1963 ജൂൺ 16 അവർ അവിടെ എത്തി. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? രാകേഷ് ശർമ്മയാണ്. 1984 സോയൂസ് T11 അവിടെ എത്തിയത്. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി, ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അലൻ ബി ഷെപ്പേർഡ് ആണ് അദ്ദേഹത്തിന്റെ പേര്. അലൻ ബി ഷെപ്പേർഡ്. ഇങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ പഠിക്കണം കേട്ടോ. ഇപ്പൊ എന്തിനാ റഷ്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതുകൊണ്ടാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കക്കാരൻ അലൻ ബി ഷെപ്പേർഡ് ആണ്. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി ഏതറിയോ നിങ്ങൾക്ക്? ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ജീവി ലൈക്ക എന്ന് പറയുന്ന നായയാണ്. വളരെ പ്രസിദ്ധനാണ് ഈ നായ. ലൈക്ക എന്ന് പറയുന്ന നായയെ PSC എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ജീവി ഒരു നായയാണ്. നായയുടെ പേര് ലൈക്ക എന്നാണ്. ഇനി ബഹിരാകാശത്ത് എത്തി മാത്രം പോരാ, ബഹിരാകാശത്ത് നടന്നതാരാന്ന് മനസ്സിലാക്കണം നമുക്ക്. ബഹിരാകാശത്ത് അവിടെ എത്തി ഇങ്ങോട്ട് തിരിച്ചു പോന്നാ പോരല്ലോ. ബഹിരാകാശത്ത് ആദ്യമായി നടന്നതും റഷ്യക്കാരാണ്. ബഹിരാകാശത്ത് ആദ്യമായി നടന്നത് അലക്സി ലിയനോവ് ആണ്. ആരാണ്? അലക്സി ലിയനോവ്. അപ്പൊ ബഹിരാകാശത്ത് ആദ്യമായിട്ട് നടന്നതാരാ? അലക്സി ലിയനോവ് ആണ്. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കക്കാരൻ അലൻ ബി ഷെപ്പേർഡ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി ലൈക്ക എന്ന നായ.
ബഹിരാകാശത്ത് ആദ്യമായി നടന്നത് റഷ്യക്കാരനായ അലക്സി ലിയനോവ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അമേരിക്കക്കാരനാരാ? ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അമേരിക്കക്കാരൻ എഡ്വേർഡ് വൈറ്റ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അമേരിക്കക്കാരന്റെ പേരെന്താ? എഡ്വേർഡ് വൈറ്റ് എന്നാണ്. ആരാ? എഡ്വേർഡ് വൈറ്റ്. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ അലൻ ബി ഷെപ്പേർഡ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി ലൈക്ക എന്നതായ. ബഹിരാകാശത്ത് ആദ്യമായി നടന്നത് റഷ്യക്കാരനായ അലക്സി ലിയനോവ്. ബഹിരാകാശത്ത് ആദ്യം നടന്ന അമേരിക്കക്കാരൻ എഡ്വേർഡ് വൈറ്റ്. ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത. ഇനി ആദ്യമായിട്ട് ബഹിരാകാശത്ത് നടന്ന വനിത ആരാണ്? സ്വറ്റ്ലാന സാവിറ്റ്സ്കായ ട്ടോ. സ്വറ്റ്ലാന ട്ടോ, അവരുടെ പേരാണ് നമ്മൾ എഴുതണേ. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വനിതയാണ് സ്വറ്റ്ലാന ട്ടോ. സ്വറ്റ്ലാന സാവിറ്റ്സ്കായ. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വനിത സ്വറ്റ്ലാന സാവിറ്റ്സ്കായ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ അമേരിക്കൻ വനിത. ബഹിരാകാശത്ത് എത്തിയ ആദ്യ അമേരിക്കൻ അലൻ ബി ഷെപ്പേർഡ് ആണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കൻ വനിതയാണെങ്കിലോ സാലി കെ റൈഡ് ആണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കൻ വനിത സാലി കെ റൈഡ്. ആരാണ്? സാലി കെ റൈഡ് ആണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കൻ വനിത. ഇനി ഒരു വിനോദം, അതായത് നമ്മളിപ്പോ മൂന്നാറിനൊക്കെ ടൂർ പോവാന്ന് പറയുന്ന പോലെ വിനോദത്തിനായിട്ട് പോണ ആൾക്കാരുണ്ട്. അതായത് ബഹിരാകാശ വിനോദസഞ്ചാരി എന്ന് പറയും നമ്മൾ. എന്താ പറയാ? ബഹിരാകാശ വിനോദസഞ്ചാരി. അങ്ങനെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരറിയോ? അമേരിക്കക്കാരനാണ് അങ്ങേര്. ബാക്കിയൊക്കെ റഷ്യക്കാരാ പറയണേ അല്ലേ? അപ്പൊ വിനോദസഞ്ചാരത്തിന് പോയത് അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡെന്നിസ് ടിറ്റോ എന്നാണ്. അപ്പൊ ബഹിരാകാശത്തെ ആദ്യത്തെ എന്താണ്? വിനോദസഞ്ചാരി അല്ലെ? ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നിസ് ടിറ്റോ. അപ്പൊ ഇതന്നെ വനിതയുടെ പേര് പഠിച്ചേ. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയായ വനിത അനൗഷ അൻസാരി. ഇവരൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? എത്രയോ പ്രാവശ്യ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ആയാണ് കേട്ടോ. അനൗഷ അൻസാരി. അനൗഷ അൻസാരി ഇറാനാണ്, ഇറാൻകാരിയാണ്. അപ്പൊ ബഹിരാകാശത്ത് ആദ്യം എത്തിയ വിനോദസഞ്ചാരി ഡെന്നിസ് ടിറ്റോ, അമേരിക്കക്കാരൻ. ആദ്യമായിട്ട് ബഹിരാകാശ വിനോദസഞ്ചാരിയായ വനിത അനൗഷ അൻസാരി. ഇനി ബഹിരാകാശ വാഹനത്തിന്റെ അടുത്ത ചോദ്യം. ഒരു ബഹിരാകാശ വാഹനത്തിന്റെ കമാൻഡറായ, ബഹിരാകാശ വാഹനത്തിന്റെ കമാൻഡർ പദവിയിലെത്തിയ ആദ്യ വനിത. ബഹിരാകാശ വാഹനത്തിന്റെ കമാൻഡർ പദവിയിലെത്തിയ ആദ്യ വനിത. അവർ അമേരിക്കക്കാരിയാണ്. അവരുടെ പേര് എയ്ലീൻ കൊളീൻസ് എന്നാണ്. എന്താ അവരുടെ പേര്? എയ്ലീൻ ട്ടോ. എയ്ലീൻ കൊളീൻസ്. ഇവരാണ് ബഹിരാകാശ വാഹനത്തിന്റെ കമാൻഡറായ ആദ്യ വനിത, എയ്ലീൻ കൊളീൻസ്. ക്ലിയർ ആയില്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ ആൾക്കാരുടെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോണത് കുറച്ചും കൂടി വേറൊരു കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. അമേരിക്കക്കാരൻ അലൻ ബി ഷെപ്പേർഡ്. ആരാണ് അമേരിക്കക്കാരൻ? ഈ അലൻ ബി ഷെപ്പേർഡിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ ആരാണ്? അമേരിക്കക്കാരനാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അമേരിക്കക്കാരൻ അലൻ ബി ഷെപ്പേർഡ് ആണെങ്കിൽ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ അമേരിക്കക്കാരി ആരാണ്? സാലി കെ റൈഡ് ആണ്. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ ജീവി ഒരു നായയാണ്. നായയുടെ പേര് ലൈക്ക എന്നാണ്. ബഹിരാകാശത്ത് ആദ്യമായി നടന്നത് റഷ്യക്കാരനായ അലക്സി ലിയനോവാണ്. ബഹിരാകാശത്ത് ആദ്യമായി നടന്ന അമേരിക്കക്കാരൻ എഡ്വേർഡ് വൈറ്റ് ആണ്. ബഹിരാകാശത്ത് ആദ്യമായി നടന്ന വനിത സ്വറ്റ്ലാന സാവിറ്റ്സ്കായ ആണ് അല്ലെ. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കൻ വനിത നമ്മൾ പറഞ്ഞു സാലി കെ റൈഡ് ആണ് അല്ലെ. ഇനി അടുത്തത് ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ചൈനയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി, ചൈനയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി, അവരുടെ പേരൊന്ന് പഠിച്ചോ മക്കളെ. ലിയു യാങ് ആണ്. ലിയു യാങ് കേട്ടോ, വിട്ടുപോയതാ ടീച്ചർ. ചൈനയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ലിയു യാങ് ആണ്. ലിയു യാങ്. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? അമേരിക്കക്കാരനായ ഡെന്നിസ് ടിറ്റോ. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയായ വനിത ആരാണ്?
ഇറാൻകാരിയായ ആരാ, നൗഷ അൻസാരി അല്ലെ. അതുപോലെ തന്നെ ഒരു ബഹിരാകാശ വാഹനത്തിന്റെ കമാൻഡറായ ആദ്യ വനിത എയ്ലിൻ കൊള്ളിൻസ്, അമേരിക്കക്കാരിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഒന്നും കൂടെ പറയാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അല്ലെ, ഈ ചൈനയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ലിയു യാങ്. ഒന്നും കൂടെ പറഞ്ഞേ, ലിയു യാങ്, ലിയു യാങ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? അതായത് ബഹിരാകാശ ഏജൻസിയെ കുറിച്ചാണ്. ബഹിരാകാശ ഏജൻസി ട്ടോ. അപ്പൊ ബഹിരാകാശ ഏജൻസികളെ കുറിച്ച് പഠിക്കുമ്പോ ബഹിരാകാശ ഏജൻസിയില് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയെ നമ്മൾ വിളിക്കുന്നത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് നാസ. എന്താണ്? നാസ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ 1958 നിലവിൽ വന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ട്ടോ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് നാസ. ഈ നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്നു. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? കേപ്പ് കെന്നഡിയാണ്. നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേപ്പ് കെന്നഡി. എന്താണ്? കേപ്പ് കെന്നഡി. അപ്പോ ബഹിരാകാശ തീരം എന്താണ്? ബഹിരാകാശ തീരം എന്നറിയപ്പെടുന്നത് എന്താണ്? കെന്നഡി സ്പേസ് സെന്റർ ആണ്. ബഹിരാകാശ തീരം എന്നറിയപ്പെടുന്നത് കെന്നഡി സ്പേസ് സെന്റർ ആണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. എവിടെയാണ് ആസ്ഥാനം? വാഷിംഗ്ടൺ DC ആണ്. അപ്പൊ ഇത്ര കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ? അപ്പോ ബഹിരാകാശ ഏജൻസിയെ കുറിച്ചാ പറഞ്ഞ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ 1958 നിലവിൽ വന്നു. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നാസയുടെ കേപ്പ് കെന്നഡി. ബഹിരാകാശ തീരം എന്നറിയപ്പെടുന്നത് കെന്നഡി സ്പേസ് സെന്റർ ആണ്. ഇതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അതുപോലെ അമേരിക്കയ്ക്കുള്ള പോലെ ഇന്ത്യക്ക് ബഹിരാകാശ ഏജൻസി ഇല്ലേ? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയെ വിളിക്കുന്നു ISRO. എന്താണ്? ISRO. 1969 ISRO നിലവിൽ വന്നു. യൂറോപ്യൻ യൂണിയന്റെ ബഹിരാകാശ ഏജൻസി ESA. എന്താണ്? ESA. യൂറോപ്യൻ യൂണിയന്റെ ബഹിരാകാശ ഏജൻസി ESA 1975 നിലവിൽ വന്നു. ചൈനയുടെ ബഹിരാകാശ ഏജൻസി CNSA. എന്താണ്? CNSA 1993 നിലവിൽ വന്നു. ചൈനയുടെ ബഹിരാകാശ ഏജൻസി CNSA ആണ്. 1993 നിലവിൽ വന്നു. ഒന്നും കൂടെ പഠിക്കൂ. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയെ ജാക്സ എന്ന് വിളിക്കുന്നു. ജാക്സ 2003 നിലവിൽ വന്നു. അപ്പൊ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ, ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ISRO, യൂറോപ്യൻ യൂണിയന്റെ ബഹിരാകാശ ഏജൻസി ESA, ചൈനയുടെ ബഹിരാകാശ ഏജൻസി CNSA, ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി എന്താണ്? ജാക്സ എന്നാണ്. അപ്പൊ ബഹിരാകാശ ഏജൻസി പഠിച്ച പോലെ തന്നെ ബഹിരാകാശ യാത്രികർക്കും പേരുണ്ട്. ബഹിരാകാശ യാത്ര പോണ ആൾക്കാരെ എന്താ വിളിക്കുക? അമേരിക്കൻ ബഹിരാകാശ യാത്രികരെ അമേരിക്കയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്നത് ആസ്ട്രോനട്ട് എന്നാണ്. എന്താ മക്കളെ? ആസ്ട്രോനട്ട്. എന്താ വിളിക്കണേ? അമേരിക്കൻ ബഹിരാകാശ യാത്രികരെ ആസ്ട്രോനട്ട് എന്ന് വിളിക്കുന്നു. എന്നാൽ റഷ്യൻ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്നത് എന്താണ്? കോസ്മോനട്ട് എന്നാണ്. കോസ്മോനട്ട്. അപ്പോൾ റഷ്യൻ ബഹിരാകാശ യാത്രികൾക്ക് കോസ്മോനട്ട്. ഇനി ചൈനീസ് ബഹിരാകാശ യാത്രികരെ വിളിക്കുന്നു തൈക്കോനട്ട്. എന്താണ്? ചൈനീസ് ബഹിരാകാശ യാത്രികരെ വിളിക്കുന്നു തൈക്കോനട്ട്. മലേഷ്യയുടെ ബഹിരാകാശ യാത്രികരെ വിളിക്കുന്നു മലേഷ്യ അൻകാസാവൻ. എന്താണ്? മലേഷ്യയുടെ അൻകാസാവൻ എന്ന് വിളിക്കുന്നു. ഫ്രാൻസിന്റെ ബഹിരാകാശ യാത്രികരെ എന്ത് വിളിക്കുന്നു? ഫ്രാൻസിന്റെ സ്പേഷ്യോനട്ട്. എന്താ വിളിക്കണേ? സ്പേഷ്യോനട്ട് എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെയാ വിളിക്കണേച്ചാ അവരെ നമ്മൾ വ്യോമനട്ട് എന്ന് വിളിക്കാം കേട്ടോ. വ്യോമനട്ട് എന്ന് വിളിക്കുന്നു. അപ്പൊ
ആസ്ട്രോനാട്ട് എന്നറിയപ്പെടുന്നത്. ആസ്ട്രോനാട്ട് അമേരിക്കൻ ബഹിരാകാശ യാത്രികർ ആസ്ട്രോനാട്ട്, റഷ്യൻ ബഹിരാകാശ യാത്രികർ കോസ്മോനാട്ട്, ചൈനീസ് ബഹിരാകാശ യാത്രികർ തായ്ക്കോനാട്ട്, മലേഷ്യൻ ബഹിരാകാശ യാത്രികർ അൻകാസാവൻ, അതുപോലെ ഫ്രാൻസിന്റെ ബഹിരാകാശ യാത്രികർ സ്പേഷ്യോനാട്ട്, ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികർ വ്യോമനാട്ട്. അമേരിക്ക ആസ്ട്രോനാട്ട്, റഷ്യ കോസ്മോനാട്ട്, ചൈന തായ്ക്കോനാട്ട്, മലേഷ്യ അൻകാസാവൻ, ഫ്രാൻസ് സ്പേഷ്യോനാട്ട്, ഇന്ത്യ വ്യോമനാട്ട്. ഇത് യാത്രികരാണ്. ഏജൻസി ആണെങ്കിലോ ഇന്ത്യയുടെ ഏജൻസി ISRO, അമേരിക്കയുടെ ഏജൻസി നാസ, യൂറോപ്യൻ യൂണിയന്റെ ഏജൻസി ESA, ചൈനയുടെ ഏജൻസി CNSA, ജപ്പാന്റെ ഏജൻസി ജാക്സ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് കേപ്പ് കെന്നഡി. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. ഈ സൂര്യനെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ, സൂര്യനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ നാസ, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ, ഒരു റോക്കറ്റിനെ വിക്ഷേപിക്കുകയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ അമേരിക്കൻ വിക്ഷേപണ ഏജൻസിയായ നാസ വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേര് അറ്റ്ലസ് എന്നാണ്. എന്താ റോക്കറ്റ്? അറ്റ്ലസ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സൂര്യനെ കുറിച്ച് പഠിക്കാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് അറ്റ്ലസ്. നാസ വിക്ഷേപിച്ചത് അറ്റ്ലസ്. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് എന്താ? അതിന്റെ പേര് പാർക്കർ സോളാർ പ്രോബ് എന്നാണ്. പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചു. അപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ അമേരിക്കയുടെ എന്താ പറയാ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച റോക്കറ്റ് അറ്റ്ലസ് ആണ്. അവരുടെ ഉപഗ്രഹം പാർക്കർ സോളാർ പ്രോബ് ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സോവിയറ്റ് യൂണിയന്റെ ആണ്. ലോകത്ത് ആദ്യമായിട്ട് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ച ബഹിരാകാശ നിലയത്തിന്റെ പേര് സല്യൂട്ട് 1 എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ട് 1 വിക്ഷേപിച്ചത് ആരാണ്? നമ്മുടെ സോവിയറ്റ് യൂണിയൻ ആണ്. ഇനി അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണെങ്കിലോ അതിന്റെ പേര് സ്കൈ ലാബ് എന്നാണ്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് ആണെങ്കിൽ അമേരിക്കയുടെ പേരെന്താണ്? സ്കൈ ലാബ്. ഇനി അതുപോലെ തന്നെ ബഹിരാകാശ നിലയം പോലെ തന്നെ ബഹിരാകാശ ടെലസ്കോപ്പ് ഉണ്ട്. അങ്ങനെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പിന്റെ പേരാ ചോദിക്കണേച്ചാ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പിന്റെ പേര് ഹബിൾ എന്നാണ്. ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് എന്താണ്? ഹബിൾ. ഇന്ത്യയുടെ ആദ്യത്തെ ടെലസ്കോപ്പ് ചോദിച്ചാലോ? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആസ്ട്രോസാറ്റ് ആണെന്ന്. എന്താണ്? ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ്. ക്ലിയർ ആയില്ലേ? ഇനി ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ കാണപ്പെടുന്ന മനുഷ്യനിർമ്മിത വസ്തു, മനുഷ്യൻ നിർമ്മിച്ച ഒരു വസ്തു ഏതാണ്? ആ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? എന്താണ് അതെന്നറിയോ നിങ്ങൾക്ക്? വോയേജർ 1 ആണ്. എന്താണ്? വോയേജർ 1 ആണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ കാണപ്പെടുന്ന മനുഷ്യനിർമ്മിത വസ്തു വോയേജർ 1 ആണ്. ഇതൊരു സ്പേസ് ഷട്ടിലാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരു സ്പേസ് ഷട്ടിലാണ്. ആദ്യത്തെ മനുഷ്യനിർമ്മിത സ്പേസ് ഷട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെ പേര് പറയണം? വോയേജർ 1. അപ്പൊ ആദ്യ മനുഷ്യനിർമ്മിത സൗരയൂഥത്തിനെ കടന്നുപോയ ആദ്യ മനുഷ്യനിർമ്മിത സ്പേസ് ഷട്ടിലാണ് ഏത്? വോയേജർ 1. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത വസ്തുവാണ് വോയേജർ 1. ലോകത്തിലെ എന്താ പറയുന്നത് ആദ്യത്തെ ബഹിരാകാശ നിലയം സല്യൂട്ടാണ് അല്ലെ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ടാണ്. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം സ്കൈ ലാബ് ആണ്. ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പിന്റെ പേര് ഹബിൾ എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? കാലാവസ്ഥയെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ലോകത്തിലെ ആദ്യത്തെ ആ കാലാവസ്ഥാ ഉപഗ്രഹം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ പേര് ടിറോസ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്?
ടീറോസ് എന്നാണ്. ഇനി ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ റോബോട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ. പക്ഷെ ഈ റോബോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് സംസാരിക്കും. അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ടിന്റെ പേര് കിറോബോ എന്നാണ്. എന്താണ്? കിറോബോ. ജപ്പാൻകാരുടെയാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ട് ഏതാണ്? കിറോബോ എന്നാണ്. ഇനി ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം ഏതാണ്? പ്രൈവറ്റ് ആയിട്ടുള്ള ബഹിരാകാശ വാഹനം, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ളത്. അതിന്റെ പേരാണ് സ്പേസ് ഷിപ്പ് 1. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? സ്പേസ് ഷിപ്പ് 1 കേട്ടോ. സ്പേസ് ഷിപ്പ് 1 ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം സ്പേസ് ഷിപ്പ് 1 ആണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ സംസാരിക്കുന്ന റോബോട്ട് കിറോബോ ആണ്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ടിറോസ് ആണ്. അപ്പോ ഇനി നമ്മള് മനുഷ്യൻ ചന്ദ്രനിലെത്തിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമുക്കാൽ ഭാഗവും കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒക്കെ അഡീഷണൽ ഉള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു വയ്ക്കാം. അപ്പൊ ഏകദേശം നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ സിലബസ് കംപ്ലീറ്റ് ആക്കുക, അത് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യം. അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ നല്ല രീതിയിലുള്ള റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അതൊരു തറോ ആവും, നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പൊ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.